ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് കരിമല ചെയ്തൊരു വർക്കാണ്. ഏകദേശം ഒരു 8 മാസം മുന്നേ അത് ചെയ്ത വർക്കായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ചെറിയൊരു വർക്കിന് വേണ്ടി വന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തതാണ്. 8 മാസമായിട്ടും വണ്ടി യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വൃത്തിക്കുറവോ ഒന്നുമില്ല. അന്നുള്ള അതേ കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കാരണം വണ്ടി അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നതിനെ കൊണ്ടാണ്. പിന്നെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് വേറെ ബെൽഡിങ് പൊട്ടുകയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ഏകദേശം 2 ഇഞ്ച് കുത്തുകാലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാ നമ്മൾ കൊടുക്കുന്ന കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലൊരു പച്ച ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിന് നമ്മൾ റെഡിമെയ്ഡ് ഗ്രില്ല് കാര്യങ്ങൾ, പിന്നെ മീശ പമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കുത്തുകാല് നല്ല ബെൻഡായിട്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് മുട്ടിച്ച് വെച്ച രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് നല്ലൊരു അടിപൊളി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടി നല്ല മനോഹരമായി ഇരിക്കുകയാണ്. അതേപോലെ തന്നെ 2 റൂട്ട്സിൻ്റെ ഹോണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഒരു ഫോഗ് ലൈറ്റും അതിൽ സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ തന്നെ ഒരു നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനി വന്ന പൊസിഷനിൽ തന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ഷേപ്പും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ 8 മാസമായിട്ടും വണ്ടി ഒന്നും ആയില്ല. കാരണം അങ്ങനെ നടന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയും നമുക്ക് വൃത്തി നടന്നാൽ എപ്പോഴും അതേ കണ്ടീഷൻ തന്നെ ഉണ്ടാവും. ഡെയിലി കഴുകി തുടച്ച് വൃത്തിയാക്കി നടന്നുണ്ടെങ്കിൽ അതേ കണ്ടീഷനിൽ തന്നെ ഉണ്ടാകുന്നുള്ള തെളിവാണിത്. പിന്നെ ഓവർ സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഉള്ള വർക്ക് തന്നെ നല്ല വൃത്തി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കാണ് ഇത് വന്നിരിക്കുന്നത് വണ്ടി. പിന്നെ സൈഡ് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോറിന് സിമ്പിളായിട്ട് കമ്പനി ലോക്ക് ഒഴിവാക്കിയിട്ട് സിമ്പിളായിട്ട് തുറക്കുന്ന ഒരു രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ വാട്ടർ ചാനൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവറെ പിന്നിൽ ഹാഫ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹാഫ് ഗ്രില്ല് കൊടുത്ത് അതിൽ പാസഞ്ചർക്ക് പിടിക്കാനുള്ള ഒരു കമ്പി ഇതേപോലെ ബെൻഡാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബർത്ത് കൊടുത്തിട്ടുണ്ട്. ബർത്തിലൊരു ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇൻസൈഡിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു സിമ്പിൾ ഇൻസൈഡാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങും കാര്യമൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു പിടുത്തത്തിനുള്ളൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡിലിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ബർത്തൊക്കെ ഒരു ഡിസൈൻ മാറ്റിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ട് മുന്നേ ഡ്രൈവർക്ക് പാസഞ്ചറെ കാണാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അലൗഡ് അല്ല, പക്ഷേ എങ്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രില്ല് കമ്പനി വരുന്ന ഗ്രില്ല് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ വരുന്നൊരു ഗ്രില്ലുണ്ട് നെറ്റിൻ്റെ, അത് ഒഴിവാക്കിയിട്ട് സ്റ്റീലിൻ്റെ ഈ മോഡലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ പ്ലേറ്റും അതിൽ തന്നെ പ്രസിംഗ് നമ്പർ പ്ലേറ്റ് IND ഫിക്സ് ആക്കിയിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക് ലൈറ്റിന് ഗ്രില്ല്, പിന്നെ സ്റ്റോപ്പ് സിഗ്നൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെ 2 ചെറിയ പ്ലേറ്റും അതിൽ ഒരു ഡയലോഗൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ഒരു പമ്പർ കൂടിയും കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും വണ്ടി നല്ല ബോഡി ഷേപ്പാണ്, നല്ല ലുക്കാണ് വണ്ടി. ഒരുപാട് വർക്കുകൾ ചെയ്തില്ല. ഏകദേശം ഈ വർക്കൊക്കെ ധാരാളമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല വൃത്തിയുണ്ട്. ഇനി ബ്രേക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ കുത്തുകാല് പമ്പറൊക്കെ ഒന്ന് അയച്ചാൽ മതി. അവിടെ കൂടുതൽ സാധനങ്ങളൊന്നും അയക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആഡംബരമില്ലാതെ നല്ല വൃത്തിയിൽ വണ്ടിയുണ്ട്. പിന്നെ ഡോറിൻ്റെ താഴത്ത് ചെറിയൊരു ബെൻഡിൽ ഒരു സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കൈ വെക്കാനുള്ള. അത് സിമ്പിളായിട്ട് തന്നെ ചെയ്തൊരു വർക്കാണ്, വേറെ ഡിസൈന് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഒരു ഫാന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗത്ത് ഡ്രൈവർക്കും പാസഞ്ചർക്കും റൊട്ടേഷനായിട്ടുള്ള ഫാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന വണ്ടിയാണ്. 2 ഹൂക്കും കാര്യങ്ങളൊക്കെ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള നല്ല ഷേപ്പിലുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി. താമരശ്ശേരി ഓടുന്നൊരു വണ്ടിയാട്ടോ. അപ്പോൾ ഏത് ഭാഗത്ത് നോക്കി അയച്ചിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ ഈ ലുക്കിന് യാതൊരു ചേഞ്ച് വന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കൾക്ക് ഈ മോഡലുകൾ കണ്ട് എവിടുന്ന് വേണമെങ്കിൽ പണിയെടുക്കാം. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ പണിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ പണിയെടുക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മോഡലുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി ദൂര സ്ഥലത്തുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.